ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ HTML-ൽ ഏതൊക്കെ തരത്തിലാണ് ഫോമുകൾ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഒരു ഫോം ചേർത്ത് കൊടുക്കാം, ഏതൊക്കെ തരത്തിൽ നമുക്ക് HTML ഫോം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമുക്കതിനെ എങ്ങനെ ഒരു ടൂളിലേക്ക്, അതായത് വെബ്സൈറ്റിൽ എങ്ങനെ നമുക്കൊരു ഫോം റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഫോമിലെ ടെക്സ്റ്റ് ടൈപ്പ്, അതായത് ടെക്സ്റ്റ് രൂപത്തിൽ എങ്ങനെ നമുക്ക് ഫോമിലേക്ക് വാല്യൂ ആഡ് ചെയ്യാം എന്നാണ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ HTML എന്ന ടാഗ് വെച്ച് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോം എന്ന ടാഗ് നമ്മളിവിടെ ഉപയോഗിച്ചു. ഇപ്പോൾ തൽക്കാലം ഈ ഫോമിനുള്ളിലെ ആട്രിബ്യൂട്ട്സുകളൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ജസ്റ്റ് ഫോം എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേബൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരു ഫോമിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് രൂപത്തിലുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേബൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ലേബൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്ന് നോക്കാം. ലേബൽ എന്ന് ചേർത്ത് കൊടുക്കുക. ലേബൽ 4 എന്നുള്ള ഒരു ആട്രിബ്യൂട്ട്സ് വരുന്നത് അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഇതിലുള്ള ഈ ലേബൽ എന്ന ഭാഗം മാത്രമായി ഞാൻ ഇവിടെ വെക്കുന്നു. അതിനുശേഷം നമുക്ക് ലേബലിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് എൻ്റർ ഫസ്റ്റ് നെയിം എന്ന് ലേബൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് രണ്ടാമത്തെ ലൈനിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് എൻ്റർ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേര് ചേർത്ത് കൊടുക്കാൻ ഒരു പർട്ടിക്കുലർ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഇൻപുട്ട് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് നമ്മളിവിടെ ടെക്സ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തു. ഇതിൽ ID എന്ന ഭാഗം ഞാൻ താൽക്കാലികമായി ഒഴിവാക്കുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ടെക്സ്റ്റിന് നമുക്കൊരു നെയിം ചേർത്ത് കൊടുക്കുക. ഈ നെയിം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതിൽ തുടർന്ന് അതിനെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇതിന് ഫസ്റ്റ് നെയിം എന്ന് മാത്രമേ ഒരു പേര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ ലേബൽ, അതായത് ലേബലും അതിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ലേബൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ, ഈ ലേബലിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എൻ്റർ സെക്കൻഡ് നെയിം എന്നും ചേർത്ത് കൊടുത്തു. ഇനി ആ സെക്കൻഡ് നെയിം കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ്, അതായത് ഇൻപുട്ട് ടൈപ്പ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുത്തു. ഇതിൽ നേരത്തെ നമ്മൾ ഒഴിവാക്കിയ രൂപത്തിൽ തന്നെ ഇവിടെ ID എന്ന ഭാഗം ഞാൻ ഇതിലും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് നെയിം എന്നും ഞാൻ ഇതിന് പേര് കൊടുത്തു. ഞാനിത് സേവ് ചെയ്തു. ഇനി നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മളിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അത് നമ്മൾ ഫോം എന്ന രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഫോം ഇതുപോലെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാനുള്ള ഒരു ഭാഗവും അതേപോലെ സെക്കൻഡ് നെയിം കൊടുക്കാനുള്ള ഒരു ഭാഗവും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മാക്സിമം ഇതിൽ 20 ക്യാരക്ടർ കൊടുക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരൂ. ഇനി ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് വലിപ്പം വേണമെങ്കിൽ CSS അങ്ങനെയുള്ള സ്റ്റൈലിംഗ് ടാഗുകളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഇത് രണ്ടും ഒരു ലൈനിലാണ് വരുന്നത്. ഇനി ഇത് 2 ലൈനിലേക്കാക്കി മാറ്റാൻ ഞാനിവിടെ ഇതിന്റെ ഇടയിൽ ബ്രേക്ക് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇത് രണ്ടും സെപ്പറേറ്റ് ലൈനിലേക്കായി മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫോമിൽ നിങ്ങൾ ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ടൈപ്പിൽ പാസ്വേഡ് എന്ന ഭാഗം എങ്ങനെ ചേർത്ത് കൊടുക്കാം, അതായത് ഒരു പാസ്വേഡ് കൊടുക്കേണ്ട ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിൽ തന്നെ ഞാനത് എഡിറ്റ് ചെയ്യുകയാണ്. ഫോം എന്ന ടാഗ് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ അവിടെ നിർത്തി. അതിനുശേഷം ഞാനൊരു ലേബൽ ചേർത്ത് കൊടുക്കുകയാണ്. ലേബലിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു എൻ്റർ യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇൻപുട്ട് ടൈപ്പ് യൂസർ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടെക്സ്റ്റ് രൂപത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇതിന് ഞാൻ യൂസർ എന്ന പേരും ചേർത്ത് കൊടുത്തു. അടുത്തത് ഞാനിവിടെ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പാസ്വേഡ് എന്ന ടെക്സ്റ്റ് സ്ക്രീനിൽ വരാൻ വേണ്ടി ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, എൻ്റർ പാസ്വേഡ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്രീനിൽ ഡോട്ടോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെ പ്രത്യേക രൂപത്തിൽ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എങ്ങനെ ഇൻപുട്ട് ടൈപ്പ് വെച്ചിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് ചേർത്തതിന് കൊടുത്ത് ശേഷം പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു പേരും ഇതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇത് സേവ് ചെയ്തു. ഞാനിവിടെ വന്ന് നമ്മൾ പേജ് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് യൂസറിന് എന്താണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇനി പാസ്വേഡ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഈ ടെക്സ്റ്റ് നമുക്ക് എന്താണോ അത് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ജസ്റ്റ് ഒരു ഡോട്ട് രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ പാസ്വേഡ് ഫീൽഡ് നമ്മൾ ഈ രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നതുള്ളൂ. അതായത് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് എന്ന് കൊടുത്ത ഭാഗത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, പാസ്വേഡ് എന്ന ഭാഗം ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രേക്ക് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോ ലൈനിലായിട്ട് വന്നതായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ ഫോമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂസർ നെയിമും അതേ രൂപത്തിൽ തന്നെ പാസ്വേഡും കൊടുത്തു. ഇനി ഇതൊന്ന് സബ്മിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് സെർവറിലേക്കോ അല്ലെങ്കിൽ മറ്റു പേജിലേക്കോ ഇതിലുള്ള ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം, ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് ബട്ടൺ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതേ രൂപത്തിൽ സബ്മിറ്റ് എന്ന് ഇവിടെ വന്നിട്ടുണ്ടാവും. വാല്യൂ, അതായത് ആ ബട്ടന്റെ മുകളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ ഇവിടെ കാണിച്ചു തരേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഞാനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇനി റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ വാല്യൂ കൊടുത്തത് ആ രൂപത്തിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ആ ബട്ടൻ്റെ ഉള്ളിൽ കാണുക. എക്സാമ്പിൾ ഞാൻ സേവ് എന്നാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ രൂപത്തിൽ നമുക്കതിന് സേവ് എന്ന രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ബട്ടൺ ടൈപ്പിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഇൻപുട്ട് ടൈപ്പ് എന്ന രൂപത്തിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കതൊരു ബട്ടൺ ടൈപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബട്ടൺ എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് ചേർത്തിട്ടും നമുക്ക് ഇവിടെ വന്ന് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫോർമാറ്റിലാണ്. രണ്ടിൻ്റെയും ഉപയോഗം ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബട്ടണാണ് റീസെറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. ഇതിലൊരു ഡിഫാൾട്ട് വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് പഴയ വാല്യൂവിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റൂ. ഞാനിതിന് ഡിഫാൾട്ട് വാല്യൂ യൂസറും അതേപോലെ തന്നെ പാസ്വേഡ് വാല്യൂ ഞാനിവിടെ വന്ന് ടെസ്റ്റ് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫാൾട്ട് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആ രണ്ട് വാല്യൂവും സ്ക്രീനിൽ, അതായത് ആ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, യൂസർ എന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത പാസ്വേഡും ഇതിൻ്റെ ഉള്ളിൽ ഡിഫാൾട്ടായി സ്ഥിരമായിട്ട് നിൽക്കും. അതായത് ഈ പേജ് നമ്മളൊന്ന് എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതേ പേജിൽ തന്നെ ആ വാല്യൂ നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് എന്തെങ്കിലും പേര് ഇവിടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലോഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ വാല്യൂ പഴയ രൂപത്തിലേക്ക് തന്നെ മാറും. അങ്ങനെ ഡിഫാൾട്ടായിട്ട് സ്ഥിരമായിട്ടൊരു വാല്യൂ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വാല്യൂ എന്ന ഓപ്ഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് എങ്ങനെ ഒരു റീസെറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ബട്ടൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും റീസെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇൻപുട്ട് എന്ന മെത്തേഡ് വെച്ചിട്ടാണ് റീസെറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീസെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. വാല്യൂ അതായത് ആ ബട്ടൻ്റെ ഉള്ളിൽ എന്ത് ടെക്സ്റ്റ് ആണോ നമുക്ക് കാണേണ്ടത് അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് നമുക്ക് ചേർത്തു, പാസ്വേഡ് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ വന്ന് എന്താണോ നമുക്ക് വേണ്ടത് ഒരു യൂസർ നെയിമും ചേർത്ത് കൊടുത്തു, പാസ്വേഡ് എന്താണോ വേണ്ടത് അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് റീസെറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം എങ്ങനെയാണോ ആ ബട്ടൺ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, ഇന്ന് നമ്മൾ
പ്രധാനമായിട്ടും പഠിച്ചത് എന്താണ് ലേബൽ, എന്തിനാണ് ലേബൽ ഉപയോഗിക്കുന്നതെന്നും, എന്താണ് ടെക്സ്റ്റ് ബോക്സ്, എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ചേർത്ത് കൊടുക്കാമെന്നും, അതേപോലെ എങ്ങനെ പാസ്വേഡ് ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് സബ്മിറ്റ് ബട്ടണും അതേപോലെ റീസെറ്റ് ബട്ടണും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.